ഈ പ്രോഗ്രാമിന് മനോഹരമായ ഒരു പേര് എസ്പെറൻസ അല്ലെ? ആ പേരിന്റെ അർത്ഥം പ്രതീക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് സ്പാനിഷ് അല്ലെങ്കിൽ ലാറ്റിൻ ഒരു വേർഡായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനെ നിർണയിക്കുന്നത് നമ്മുടെ ജീവിത പ്രതീക്ഷകളാണ്. എന്തിനാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്തിനാണ് നമ്മൾ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും കഷ്ടപ്പാടുകളും അതിനെ കുറിച്ച് സന്തോഷങ്ങളും എല്ലാം ചേർത്ത് നമ്മൾ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? അനുനിമിഷം ആനന്ദം അനുഭവിക്കുക, അതിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വയം സന്തോഷം കണ്ടെത്തുക, സഹജീവികളിലേക്ക് ആ സന്തോഷം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക, സ്വന്തം സിദ്ധികളെ കഴിവുകളെ തിരിച്ചറിയുക, അതിനെ വികസിപ്പിക്കുക, സ്വന്തം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അത് സമൂഹത്തിന്, നമ്മുടെ സഹയാത്രികർക്ക്, സുഹൃത്തുക്കൾക്ക്, സ്നേഹിതർക്ക് അവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് പങ്കുവെക്കാൻ ശ്രമിക്കുക. അഭിവന്ദ്യരായിട്ടുള്ള ആചാര്യന്മാർ, പുരോഹിതന്മാർ അവരുടെയൊക്കെ വാക്കുകളിൽ നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ എന്നും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊരു മതത്തിന്റെ വിശ്വാസ ഗ്രന്ഥങ്ങളിലും ഏതൊരു പുരാണങ്ങളിലും പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പങ്കുവെക്കലിനെ കുറിച്ചാണ്. പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ. കുട്ടികൾ പഠിക്കുന്നു, ഒരു വിദ്യാലയത്തിൽ വന്ന് പഠിക്കുമ്പോൾ ഓരോ ക്ലാസ്സിലും പഠിച്ചു മുന്നേറുമ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഞാൻ പഠിച്ചുയർന്ന മാർക്ക് വാങ്ങിക്കണം, എനിക്കതിന്റെ തുടർച്ചയായിട്ട് തൊഴിൽ ലഭിക്കണം, ഞാൻ വളർന്ന് ഒരു വ്യക്തിയായി മാറുമ്പോൾ എനിക്ക് ജീവിതത്തിൽ വിജയിച്ചു മുന്നേറണം എന്നതൊരു പ്രതീക്ഷയാണ്. ഒരർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് പഠിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള സിലബസ്, പാഠ്യപദ്ധതി, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, മാത്സ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അതൊക്കെ വേണം. അതൊരു കൃത്യമായിട്ടൊരു ഫോർമാറ്റാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കുക സാധ്യമല്ല. അതിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കുമ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം, സംസ്കാരം, സംസാരം, സമീപനം, ഇത് ഓരോന്നും എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ അറിവിന്റെ അമൃതം പകരുന്ന ഇടങ്ങൾ കൂടിയാണ് കലാലയങ്ങൾ. ഇതേ സിലബസ്, ഈ പുസ്തകങ്ങളൊക്കെ വീട്ടിലിരുന്ന് നമുക്ക് പഠിച്ചാലും പരീക്ഷ എഴുതി വിജയിക്കാനും ഈ വിഷയങ്ങളിൽ അറിവ് നേടാനും ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ വിദ്യാർത്ഥികൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടല്ലോ. ഒരു സ്നേഹിതനോട്, സുഹൃത്തിനോട് സൗഹൃദം പുലർത്തേണ്ടത് എങ്ങനെ? അധ്യാപകരോട്, കൂടെയുള്ള വിദ്യാർത്ഥികളോട് പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും സേവനവും പുലർത്തേണ്ടത് എങ്ങനെ എന്നതിന്റെ പ്രായോഗിക ജീവിത പഠനം കൂടിയാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്നും നേടുന്നത്. ഇപ്പൊ വിരമിക്കുന്ന അധ്യാപകർ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അളവ് അവരുടെ വീട്ടിൽ ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ വിദ്യാലയങ്ങളിലാണ്. അവരുടെ മക്കളോടൊപ്പം ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ വളരെ ആക്റ്റീവായിട്ടുള്ള മണിക്കൂറുകൾ ചിലവഴിക്കുന്നത് ഒരു ക്ലാസ്സിൽ 50 അല്ലെങ്കിൽ അതിലപ്പുറം 100 അത്രയും കുട്ടികളോടൊപ്പം സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ അമൃത് പകർന്നു കൊടുത്തുകൊണ്ടാണ് അവരവരുടെ സമയം, അവർ നല്ല യൗവനം ചെലവഴിക്കുന്നത്. പ്രതീക്ഷകളാണ്. കുട്ടികൾ വളർന്ന് അവര് മുതിർന്ന കുട്ടികളായി, വ്യക്തികളായി മാറുമ്പോൾ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന, ഈ വിദ്യാലയത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന നല്ല പൗരന്മാരായി മാറട്ടെ എന്ന പ്രാർത്ഥനയാണ് അവരുടെ ഉള്ളിൽ. ഇനി രക്ഷിതാക്കൾ എത്രയോ അവരുടെ കഠിനാധ്വാനം, അവരുടെ പ്രയത്നം, അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും അവർ അല്പാൽപമായിട്ട് സമ്പാദിക്കുന്ന സ്വരുക്കൂട്ടുന്ന പണം അവരെന്തിനാ ചെലവഴിക്കുന്നത്? അവരുടെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് പ്രതീക്ഷ? മക്കൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ട് വളരണം. പ്രായമാകുമ്പോൾ നമ്മളെയൊക്കെ നോക്കണം, അവർ ഈ സമൂഹത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറണം എന്ന പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് രാപ്പകലില്ലാതെ സ്വന്തം സുഖത്തിന് വേണ്ടി പോലും ചെലവഴിക്കാതെ പണം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് മക്കളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് രക്ഷിതാക്കൾ. നമ്മൾ പിന്നിട്ട കാലങ്ങൾ നോക്കിയാൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള മാതൃകകൾ, ത്യാഗത്തിന്റെ, വിട്ടുവീഴ്ചകളുടെ, ക്ഷമയുടെ, കാത്തിരിപ്പിന്റെ ഒക്കെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നിട്ട കാലം ഞാൻ പറയുന്നത് പ്രസക്തമാകുന്നത് എവിടെയെന്നറിയോ? ഈ പുതിയ കാലത്തിൽ ഒരു ചെറിയ അപകടം സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, വ്യക്തിബന്ധം, വ്യക്തി സൗഹൃദം, മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹം, സേവനം തുടങ്ങിയതിലേക്ക് മനസ്സർപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്നത്തെ മീഡിയ, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, അതിന്റെ അഡിക്ഷൻ, അതുണ്ടാക്കുന്ന ഒരു അടിമത്തം, അതിലൂടെ കിട്ടുന്ന അറിവുകൾ, പുതിയ ഡാറ്റാസ് മനുഷ്യനെ കുറേ കൂടെ സെൽഫിഷ് ആക്കി മാറ്റുകയും അത്തരത്തിലൊരു ത്യാഗ മനോഭാവം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പുതിയ അവസ്ഥ സമൂഹത്തിലുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും.
കുറച്ചു വർഷം കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ അലസതയും അശ്രദ്ധയും ഏകാഗ്രതക്കുറവും മടിയും താല്പര്യക്കുറവും ഒരു തരത്തിലുള്ള ഉത്സാഹക്കുറവും ചില സമയത്ത് ധൈര്യക്കുറവും പേടിയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലഹരികളോടുള്ള അടിമത്തം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് സൈഡാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് അവരെ നോക്കിക്കാണാൻ പറ്റാത്ത വിധത്തിൽ കുറെയൊക്കെ യുവാക്കളായിട്ടുള്ള രക്ഷിതാക്കളും ഈ മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഒരു തരംഗത്തിൽ വലയത്തിൽ പെട്ട് നിൽക്കുകയാണ്. ജോലി ചെയ്യുന്ന അച്ഛനമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള അവേഴ്സ് ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സമ്പാദിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ആ പണം കൊണ്ട് അവർ പഠിച്ച് മിടുക്കന്മാരാകട്ടെ, മതിയാവില്ല. അങ്ങനെ സ്വന്തം മക്കളെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെ സമ്പാദിച്ച് നേടുന്നുവോ അതുകൊണ്ട് മതിയാവില്ല. ചിലപ്പോൾ അവരെ കൗമാര യൗവനത്തിൽ അവരെ പിടികൂടാൻ പോകുന്ന ചില പുതിയ കാല വൈറസുകളുടെ രോഗ സംക്രമണങ്ങളെ മാറ്റിയെടുക്കാൻ കുട്ടികളാണ്. അവർക്ക് അറിയില്ല. അവർ കാണിക്കുന്ന കുറുമ്പുകൾ, അവരുടെ അശ്രദ്ധകൾ, അലസതകളൊക്കെ അവരെ കുറ്റമായിട്ടൊന്നും കരുതാൻ പറ്റില്ല. കാരണം അത് അവരുടെ പ്രായത്തിന്റെ നിഷ്കളങ്കമായ അജ്ഞതകളാണ്. അവർക്ക് ശക്തി പകരാനായിട്ട് അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, പൊതുവെ വിദ്യാലയത്തിന് വലിയ കടമ നിർവഹിക്കാനുണ്ട്. കാലം അവരെ കൊണ്ടു ചെന്നെത്തിക്കേണ്ടത് നാളെയും ഈ സമൂഹത്തിന് മുൻ തലമുറകൾ കാഴ്ചവെച്ചതുപോലുള്ള നല്ല മാതൃകകളായിട്ട് മാറുവാൻ വേണ്ടിയാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കാം. അത് 3 ക്യാരക്ടേഴ്സ് ആണ് ഈ കഥയിൽ. മോഹൻ എന്നൊരു ക്യാരക്ടർ, റോയ് എന്നൊരു ക്യാരക്ടർ, റോയുടെ മകൻ ടോം എന്നൊരു ക്യാരക്ടർ. ഈ മോഹൻ എന്ന ആള് വളരെ കോടീശ്വരനായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു വിമാന നിർമ്മാണ കമ്പനി വരെയുണ്ട്, സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പഴയ സുഹൃത്തായിട്ട് റോയ് എന്നൊരാളെ പുള്ളി യാദൃശ്ചികമായിട്ട് ഇതുപോലെ എന്തോ ഒരു പരിപാടിയുടെ ഇടയിൽ കണ്ടുമുട്ടുന്നു. അപ്പൊ പണ്ട് ഈ റോയ് മോഹനെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വളർന്നു വലിയ ആളാവാനായിട്ട്. ആ ഒരു സ്നേഹവും സ്മരണയും ഉള്ളത് കൊണ്ട് റോയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് മുഖത്തൊരു വിഷമം, മ്ലാനത, സങ്കടം. റോയ് പറയുന്നത്, എന്റെ മകൻ ടോം അത് മിടുക്കനൊക്കെയാണ്, പക്ഷെ ആള് പഠിച്ചു, ആള് ഈ എയർക്രാഫ്റ്റ് മെക്കാനിസം ഒക്കെയുള്ള ഒരു തൊഴിലാണ് പഠിച്ചത്. പക്ഷെ അതൊരു ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ആളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനും ഒരു ഫോക്കസ് കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു, ആണോ, എന്റെ അടുത്തേക്ക് വരാൻ പറയും, എനിക്ക് വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തന്നെയുണ്ട്, അയാൾ എന്റെ അടുത്ത് ജോലി ചെയ്യട്ടെ. ജോലി ചെയ്യാൻ വരുമ്പോൾ അയാളോട് പറയണം, പൂർണ്ണമായ ശ്രദ്ധയോടെ സമർപ്പണത്തോടെ പ്രവർത്തിക്കണം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഈ പുതിയ കാലത്തിന്റെ കുറുമ്പുകളൊക്കെയുള്ള ടോം എന്ന മകൻ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 1 വർഷം വർക്ക് ചെയ്യുന്നു, 2 വർഷം വർക്ക് ചെയ്യുന്നു, 3, 4, 5, 6 വർഷം വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ പുതിയ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ അയാൾ നിന്ന് പഠിച്ച് അയാൾ അത്യാവശ്യം 8, 10 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായി മാറി. പക്ഷെ ടോം ഈ ചെറുപ്പക്കാരൻ അത്ര ഹാപ്പി അല്ല. ഈ കോടീശ്വരനായിട്ടുള്ള അച്ഛന്റെ സുഹൃത്തൊക്കെ ആയിട്ടുള്ള ഈ മോഹൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഉഴപ്പാനൊന്നും അനുവദിക്കുന്നില്ല. വലിയ ശാസനകളും നിർബന്ധങ്ങളും, വലിയ പ്രതിഫലം കിട്ടുന്നതെന്ന് വെച്ചില്ല, തൊഴിലിനനുസരിച്ചുള്ള ഒരു ചെറിയ പ്രതിഫലമേ കിട്ടുന്നുള്ളൂ എന്നൊരു പരാതിയുമുണ്ട്. അങ്ങനെ ഏകദേശം 10 വർഷത്തെ പ്രവൃത്തി പൂർത്തിയാക്കി ഇനി ഇവിടുന്ന് ടോമിന് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകാം എന്നൊരു സമയമാകുമ്പോൾ ടോം സ്ഥിരമായിട്ട് അച്ഛനോട് പറയുന്നത്, അച്ഛൻ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, അയാളെ അനുസരിക്കൂ. ആ ഒരു ഗുരുത്വത്തോടു കൂടി പോകുന്നു. പക്ഷെ ടോം വളരെ അപ്സെറ്റ് ആണ്. 10 വർഷത്തെ ഇയാളുടെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്നും വിട പറയേണ്ട ഒരു സമയം എത്തുമ്പോൾ മോഹൻ കൊടുക്കുന്ന ഒരു അസൈൻമെന്റ്, ഒരു കുഞ്ഞു വിമാനം കൂടി ഉണ്ടാക്കണം, ഒറ്റയ്ക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. തനിക്ക് പറ്റും, താൻ ഇത്രയും പഠിച്ചില്ലേ. അപ്പോ ടോമിന് അറിയാം എനിക്ക് അത് പറ്റും, ചെയ്യാം. അയാൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഒരു 5-6 മാസമാണ് അയാൾ അവരുടെ ജോലിയിൽ നിന്നും വിരമിക്കാനുള്ളത്. അയാൾ ഉണ്ടാക്കി പൂർത്തിയാക്കുന്നതിന് പകുതി വഴിയിലെത്തിയപ്പോൾ അയാളുടെ മനസ്സിലൊരു ദുർബുദ്ധി തോന്നുകയാണ്. ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇത്രയേറെ പണിയെടുത്ത് 10 വർഷം കൂടെ പ്രവർത്തിച്ചിട്ടും എനിക്ക് വലിയ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ഈ പണിതുകൊണ്ടിരിക്കുന്ന വിമാനം ഉണ്ടല്ലോ, ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലാഭം പിടിച്ച് അതിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഞാൻ പണിത് പൂർത്തിയാക്കിയാൽ എനിക്ക് അതിൽ നിന്നുള്ളൊരു ലാഭമെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാക്കി. ഇയാളായിട്ട് വേറെ ലാഭമൊന്നും തരാൻ പോകില്ല. അങ്ങനെ ടോം കുറച്ച് കള്ളത്തരങ്ങൾ കാണിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കാവുന്ന ആ ഒരു വിമാനത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് 10,000-ങ്ങളോ ലക്ഷങ്ങളോ ലാഭം പിടിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയേക്കാവുന്ന വിധത്തിൽ അയാൾ അതിനെങ്ങനെയോ നിർമ്മിച്ചു, പൂർത്തിയായി. ടോമിന് ഇവിടുത്തെ പ്രവർത്തനം പൂർത്തിയാക്കി പോകേണ്ട സമയത്ത് ആ ദിവസം അയാളുടെ റിട്ടയർമെന്റ് ഡേയില്
ഈ മോഹൻ വരികയാണ്, കൂടെ അച്ഛനും ഉണ്ട്, ഈ റോയ് വന്നിട്ട് ഈ വിമാനമൊക്കെ കണ്ടു, നന്നായി നോക്കിയിട്ട് മോഹൻ പറയാണ്, ഈ ചെറുപ്പക്കാരൻ മിടുക്കനാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് അയാള് ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു പൂർത്തീകരണമാണ് ഇപ്പോ ഈ ഒരു കുഞ്ഞു വിമാനം. ഇയാളുടെ 10 വർഷത്തെ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് ഈ വിമാനം ഞാൻ ഇയാൾക്ക് സമ്മാനിക്കുകയാണ്. ഈ വിമാനം ഇനി മുതൽ അയാൾക്ക് ഓടിക്കാനുള്ളതാണ്. കോടികളുടെ വിലയുള്ള ഈ സമ്മാനം എന്റെ പ്രിയപ്പെട്ട റോയുടെ മകന് ഞാൻ സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ ടോം കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയാണ്. എന്താ കാരണം? ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഓടിച്ചാൽ അപകടം പറ്റാത്തൊരു വിമാനം സ്വന്തമാക്കാൻ കിട്ടിയ ഒരു അവസരം അദ്ദേഹത്തിന്റെ ശാസനകളോടുള്ള ഒരു എതിർപ്പ് കൊണ്ട്, മനസ്സിൽ തോന്നിയ ഒരു ദുർബുദ്ധി കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞതിന്റെ പ്രായശ്ചിത്തം, പശ്ചാത്താപം തോന്നുന്നതാണ്. ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്നറിയാം? 10 വർഷത്തെ പഠനകാലത്തിൽ കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്ന ശാസനകളോട്, രക്ഷിതാക്കൾ നൽകുന്ന ഉപദേശങ്ങളോട് പതിയെ 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 ഒരുതരം വിരക്തി തോന്നുകയോ അകൽച്ച തോന്നുകയോ ഒക്കെ തോന്നിയിട്ട് അവരുടെ അഡ്വൈസസ് അങ്ങനെ അനുസരിക്കാൻ മനസ്സുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുമ്പോ അവർ പതിയെ പതിയെ അവരെ അനുസരിക്കാതെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളുടെ അപകടം അവർക്ക് പിന്നീട് ഭാവിയിൽ വിദ്യാഭ്യാസം എന്നൊരു കുഞ്ഞു വിമാനം, 10 വർഷത്തെ പഠനം എന്ന് പറയുന്ന ഒരു വലിയ സമ്മാനം, അത് രക്ഷിതാക്കൾ അവർക്ക് ഏറ്റവും വലിയൊരു ട്രഷർ പോലെ സമ്മാനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പേരിലുള്ള ശാസനകൾ അനുസരിക്കാത്തതിന്റെ ദോഷം പിന്നീട് കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ, ടോമിന് ഉണ്ടായ കുറ്റബോധം അവർക്ക് ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ മുതലേ സത്യസന്ധമായി, സിൻസിയറായി, ആത്മാർത്ഥമായി, അനുസരണാബോധത്തോടു കൂടി നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം എന്ന പ്രവൃത്തിയെ, പ്രക്രിയയെ, തപസ്സിനെ, സാധനയെ, ഉപാസനയെ സമീപിക്കണം. എന്നാലാണ് അവർക്ക് വിമാനം പറത്തിക്കൊണ്ട് ഈ ലോകം മുഴുവൻ വിജയികളായിട്ട് കറങ്ങാൻ സാധിക്കുക. ഞാൻ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ വിജയത്തിന് വലിയ ആകാശം പരിചയപ്പെടുത്തുന്ന വർക്ക്ഷോപ്സ്, എക്സസൈസ്, പരിശീലന പദ്ധതികളൊക്കെ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. കുട്ടികൾക്ക് നല്ല ദിശാബോധം ഉണ്ടാകട്ടെ, വ്യക്തിത്വ വികാസം ഉണ്ടാകട്ടെ, ഈ വിദ്യാലയത്തിന്റെ അഭിമാനമായവർ മാറട്ടെ, കുറെ കൂടെ പ്രൗഡ് ആയിട്ടുള്ള, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നേട്ടങ്ങൾ ഈ വിദ്യാലയത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം പൂർത്തിയായതിന്റെ സന്തോഷത്തിൽ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.